പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വലിയൊരു ദൈവിക രഹസ്യം, ഒരു ഡിവൈൻ മിസ്റ്ററി അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ അഹങ്കരിക്കാത്ത ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം, ഹൃദയത്തിൽ അഹങ്കരിച്ച് പ്രാർത്ഥിക്കരുത്, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുവിൻ. ഒരു ചേച്ചി കൊരട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അട്ടപ്പാടിയിൽ വന്ന് പറഞ്ഞ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വലിയ ക്യാൻസർ രോഗം വന്നു. ഒരാൾക്കും അല്ലെങ്കിൽ എത്ര ചികിത്സിച്ചിട്ടും ആ രോഗം മാറുന്നില്ല, വീണ്ടും വീണ്ടും രോഗം. അപ്പോൾ ഒരു നാൾ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ എളിയ മകൾ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച്, കർത്താവേ, അങ്ങയുടെ തിരുരക്തത്തിന് യോഗ്യത എനിക്കില്ല, അങ്ങയുടെ തുപ്പലിൻ്റെ ഒരു തുള്ളി മതി, എന്നെ രക്ഷിക്കാൻ കഴിയും. ദൈവ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത്. ഞാൻ കൊരട്ടിന്ന് വരണത്. എനിക്ക് എൻ്റെ ഇടത്തെ ബ്രസ്റ്റില് ഫസ്റ്റില് ക്യാൻസറുടെ മുഴയായിരുന്നു. പേരെന്താ? പേര് അൽഫോൻസ. അൽഫോൻസ കൊരട്ടിന്നാണ്. 2011 ഇതിൽ കണ്ടത്. പിന്നെ ഓപ്പറേഷൻ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും 3 കഴൽ അവിടെ തന്നെ വന്നു. വീണ്ടും അത് ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് പഴുപ്പ് പിടിച്ച് 23 ദിവസം അവിടെ കിടന്നിട്ടും പറ്റാണ്ട് തന്നെ തൃശ്ശൂർ അമലയിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഹീമോ കാര്യങ്ങളും ചെയ്ത് പിന്നെ ബ്ലഡ് ഇല്ലാണ്ട് മാസങ്ങളോളം പിടിച്ച് 4.5 മാസം കഴിഞ്ഞാണ് എൻ്റെ ഈ മുറിവ് പൊറുത്തത്. അത് കഴിഞ്ഞ് എനിക്ക് 3 മാസം കഴിയുമ്പോൾ ചെക്കപ്പുകളായിരുന്നു. ഇപ്പോൾ 2016 മാർച്ച് 4-ാം തീയതി ആയിരുന്നു എൻ്റെ ചെക്കപ്പുകൾ. അന്ന് എനിക്ക് നടത്തിയ എല്ലാ ചെക്കപ്പിലും ഈ ബ്രസ്റ്റിൽ 4 ചില്ലാനും പോയിൻ്റ് തടിപ്പ കണ്ടത്.
ആ തടിപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ക്ലെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം കിടത്തി തരാം, 7600 രൂപയ്ക്ക് മാമോഗ്രാഫിയുടെ MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളാകെ തളർന്നു, പൈസയ്ക്ക് ബുദ്ധിമുട്ട്, നോക്കാനാണെങ്കിൽ ആളില്ല, എല്ലാം കൊണ്ടും തളർന്ന അവസ്ഥയിൽ ഞങ്ങൾ അവിടെ നിന്ന് കണ്ണീരോടെ പോന്ന് വീട്ടിൽ വന്ന് 8 മണിയായി വന്ന് കയറി. ഞങ്ങൾ കണ്ണീരോടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ചയായിരുന്നു എൻ്റെ ചെക്കപ്പ്. ഞായറാഴ്ച ഞങ്ങൾ അഭിഷേകാഗ്നി ഞങ്ങൾ എല്ലാ ആഴ്ചയും കാണാറുണ്ട്. അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ അഭിഷേകാഗ്നി കാണാൻ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ പാപിയാണ്, നിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് നിൻ്റെ തിരിച്ചോര കൊണ്ട് എന്നെ കഴുകി വിശദീകരിച്ച് എന്നെ കഴുകണേ. എൻ്റെ ഈ നിനക്കല്ലാണ്ട് മറ്റാർക്കും എനിക്ക് സൗഖ്യം തരാനാകില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, തിരുരക്തത്തിന് യോഗ്യത എനിക്കില്ല ഈശോയെ, നിന്റെ ആ തുപ്പിക്കളഞ്ഞ തുപ്പലം ഒരു പൊട്ട് ഇവിടെ വെച്ചാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. അങ്ങനെ ഞാൻ TV നോക്കി, പ്രിയ മക്കളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കുറേ മഴത്തുള്ളി പോലെ എൻ്റെ ദിവസത്തേക്ക് ഇങ്ങോട്ട് വന്നടിച്ചു. മഴത്തുള്ളി പോലെ കുറെ പ്രകാശം വന്നടിച്ചു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഈശോ സൗഖ്യം തന്നു, എനിക്ക് സൗഖ്യം കിട്ടി, എൻ്റെ തടിപ്പ് മാറിയെന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. ഡോക്ടറാണ് പറഞ്ഞത്, ഭർത്താവാണ് പറഞ്ഞത്? ഭർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് MRI സ്കാൻ ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് ധൈര്യമാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെക്കപ്പിനെ ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ബ്ലഡ് 2 കൂട്ടം ടെസ്റ്റ് ചെയ്തിട്ട് കടലാസുകളൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്ന് ഈ ടെസ്റ്റുകൾ ചെയ്ത് ഈ മാമോഗ്രാഫിയുടെ MRI സ്കാൻ ചെയ്തു, വീണ്ടും സ്കാൻ ചെയ്തു, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവർ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടില്ല, നാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ ഈശോ അവിടെ ഇടപെടണതായിട്ട് ഞങ്ങൾക്ക് തോന്നണേ. ഞങ്ങൾ അങ്ങനെ തന്നെ ക്യാൻറ്റീനിൽ ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഡോക്ടർ രാത്രി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വീണ്ടും വന്നിരുന്നപ്പോൾ ഇവർ ചോദിക്കുക, അൽഫോൺസി അല്ലേ, നിങ്ങളുടെ റിപ്പോർട്ട് 4 മണിയാവുമ്പോൾ തരാമെന്ന്. അത് ശരി. എന്നിട്ട് 4 മണിയാവുമ്പോൾ തരാമെന്ന് പറഞ്ഞ് 2:45 വിളിച്ച് തന്ന് ഞങ്ങൾ ആ റിപ്പോർട്ടായിട്ട് ഡോക്ടറെ കാണാൻ വന്നിരുന്നപ്പോൾ ഡോക്ടർ ഭക്ഷണം കഴിച്ചുകൊണ്ട് വരുന്ന വഴി ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വെച്ച് റിപ്പോർട്ടുകൾ നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇത് എന്തൊരു അത്ഭുതം, ഇത് എങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, എന്നെ യേശുവാണ് സുഖപ്പെടുത്തിയത്, അഭിഷേകാഗ്നിയിലെ യേശുവാണ് സുഖപ്പെടുത്തിയത്. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇപ്പം ചെക്കപ്പിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പോവാൻ, മരുന്നും വേണ്ട ഒന്നും പറഞ്ഞു ഞങ്ങളെ ഫർദർ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല, റിപ്പോർട്ടെല്ലാം ക്ലിയർ ആണ്. അങ്ങനെ 1000 നന്ദി പറയണോ, 1000 കോടാനകോടി നന്ദി പറയണോ. എന്നിട്ട് 4 തടിപ്പുണ്ടായിരുന്നു പിന്നെ അല്ലേ? 4 ചിലാനും പോയിന്റ് തടിപ്പുകൾ. അതാണ് അങ്ങോട്ട് ഇപ്പൊ ഈ തടിപ്പ് കണ്ടപ്പോ സർജറി വേണം, ഹീമോ വേണം, റേഡിയേഷൻ വേണം, 3 എല്ലാനും വേണമായിരുന്നു. അത് അങ്ങനെ പറഞ്ഞതാ ഡോക്ടർ? അങ്ങനെ പറഞ്ഞോ? ആ, സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ ഇതൊക്കെ ചെയ്താലും ഇനി ഇത് വരും, കാരണം 3 തവണ വന്നു പോയതാ. അപ്പോൾ ഈ അമ്മച്ചി അഭിഷേകാഗ്നിയുടെ ആ മൈക്കിൽ കൂടെ എന്ന് പറഞ്ഞേ, ഇടപെടുന്ന എന്നെ യൂണിറ്റിൽ, കൊറ്റിയിടവേല യൂണിറ്റിൽ ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ സാക്ഷ്യം പറയിപ്പിച്ചു. ഇപ്പം എല്ലാവരോടും ഞാൻ പറയും, എന്ത് രോഗമാണെന്ന് പറഞ്ഞാലും പറയും, നിങ്ങൾ അഭിഷേകാഗ്നി കണ്ടോ, നിങ്ങൾക്ക് അഭിഷേകാഗ്നിയിലെ ഈശോ മാറ്റി തരുമെന്ന് ഞാൻ പറയും. ഭയങ്കര സംഭവം. ഞാൻ ആകെ തളർന്നു വെച്ചാ. ഇത് പഴുത്ത് എനിക്ക് ഡ്രസ്സ് ചെയ്തിരുന്ന സമയത്ത് അള്ള പോലെ തുണി തിരുവോടെ വെച്ചാണ് അവർ അന്ന് ഡ്രസ്സ് ചെയ്യുന്നത്. അത്രയ്ക്ക് പഴുപ്പായി. ഒരു വലിയ കെട്ട് തുണി ഞാൻ ഉള്ളിലേക്ക് തിരികെ വെക്കാവുന്ന പോലെ അള്ള പിടിച്ചു. എല്ലാവരും ചോദിക്കും, അമ്മ ഇത് എങ്ങനെ സഹിക്കണേ? ഡോക്ടർമാർ വരെ പറയും, യേശുവേ വെച്ചത് വെച്ചു, ഇനി ഇങ്ങനെ ആർക്കും വെക്കില്ലേ എന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം യേശുവിൻ്റെ കുരിശിലേക്ക് കൊടുത്ത് സഹിച്ചു. അപ്പം എനിക്ക് തമ്പുരാൻ സൗഖ്യം തന്നു. ആ അഭിഷേകാഗ്നി കണ്ടപ്പോഴേ, അഭിഷേകാഗ്നിയുടെ സമയത്ത് ശരിക്കും ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ അങ്ങനെ പറയുക, പ്രാർത്ഥിക്കുന്നു അല്ലേ? ഇപ്പം പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? തോന്നി.
അപ്പോൾ എന്താ പ്രാർത്ഥിച്ചു? യേശുവേ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നത്? കുറേ പേര് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തിരുരക്തത്തിന് തമ്പുരാന്റെ മുമ്പിൽ പറഞ്ഞു, തമ്പുരാനെ ഞാൻ പാപിയാണ് ഈശോയെ, ഈ പാപിയായ എന്റെ മാത്രം പാപം കൊണ്ടാണ് നീ 3 ആണികളാൽ തൂങ്ങിക്കിടക്കണത്, അതുകൊണ്ട് തിരുരക്തത്തിന്റെ യോഗ്യത എനിക്കില്ല, നീ ആ തുപ്പി കളഞ്ഞ തുപ്പലം വെച്ചാ ആ തുപ്പലിന്റെ ഒരു തുള്ളി എൻ്റെ മേൽ ഒന്ന് വീഴ്ത്തിയാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും, തിരുരക്തത്തിനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും മഴത്തുള്ളി അടിക്കണ ഒരു കാറ്റത്ത് മഴത്തുള്ളി അടിച്ചു കയറി വരണം അതിൽ ഇങ്ങനെ ആ രോഗമുള്ള ഭാഗത്തേക്ക് പരിശുദ്ധാത്മ ശക്തി അടിച്ച് അല്ലേ? എന്തുണ്ടായി? ആ അനുഭവം എന്താണ്ടായത്? മഴത്തുള്ളി പോലെ പ്രകാശം ഇങ്ങോട്ട് വന്നടിച്ചു. അത് റിപ്പോർട്ടുകളെല്ലാം ഡോക്ടർ കൊടുത്തു. ഇനി ക്യാൻസർ ഇല്ല, ഒന്നും വേണ്ട, കീമോ വേണ്ട, സർജറി വേണ്ട. വലിയത് 3-4 MRI സ്കാനിങ്ങിന്റെ ഉണ്ടായി. അതിലൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. മറ്റേ മുമ്പ് കണ്ട പോലെ കണ്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സംഭവം എല്ലാം വേണം. ഞാനിപ്പോൾ അമലെ കിടന്ന് വട്ടം ചുറ്റേണ്ട സമയം. അമലെ കടന്ന് റേഡിയേഷനും കഴിഞ്ഞ് കീമോതെറാപ്പിയും കഴിഞ്ഞ് സർജറിയും കഴിഞ്ഞ് ഈശോ അഭിഷേക സമയത്ത് വന്ന് എൻ്റെ മകളെ ഞാൻ നിനക്കുണ്ട് എന്ന് പറഞ്ഞ് പ്രകാശം ശരീരത്തിലേക്ക് അടിക്കുക. ഇപ്പോഴും ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും അഭിഷേകത്തിന് കാണുമ്പോൾ എനിക്ക് വേറെ ഓരോ രോഗങ്ങളും തമ്പുരാൻ സൗഖ്യം തന്നെ സുഖപ്പെടുത്തി ഓരോ ദിവസവും തന്നെ ഉണ്ട്. നിങ്ങൾ അഭിഷേകത്തിൻ്റെ സമയത്തിരുന്ന് തല്ലുകൂട്ടം നടന്ന് ഇവിടെ ആളുകൾ സൗഖ്യം പ്രാപിച്ചോണ്ടിരിക്കും. മോൾക്ക് വിളിക്കുമ്പോൾ എപ്പോഴും പറയും ആ സമയത്ത് വിളിക്കണമെങ്കിൽ മോള് സിസ്റ്ററാണ്, അമ്മയെ അഭിഷേകത്തിന് വെച്ചിട്ടുള്ള കാര്യം മതി എന്ന് പറയും. അതെ, അത് ആ സിസ്റ്റർ അല്ല, കൃപയുള്ള സിസ്റ്റർ. അമ്മ അഭിഷേകത്തിന് വിട്ടിട്ടുള്ള കളി വേണ്ടാട്ടാ, അത് വെക്കാതെ ഒരു പരിപാടി വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള സംസാരമൊക്കെ മതി അല്ലേ? ഫോണൊക്കെ അത് കഴിഞ്ഞിട്ടില്ല പിന്നെ വിളിക്കുള്ളൂ. ആ സിസ്റ്റർ നല്ല ഒരു സിസ്റ്ററാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മ ഇത് ഭയങ്കര സംഭവം അമ്മ. ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36 മുതൽ 38 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. സാധിക്കുന്ന എല്ലാവരും അച്ഛൻ വായിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ചേർന്ന് പറയുക. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു സാന്നിധ്യം. ആ സാന്നിധ്യത്തിന് മുമ്പിൽ മനുഷ്യന്റെ എളിമ നിറഞ്ഞ ഹൃദയത്തിന്റെ ഒരു പ്രതികരണം. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36 തൊട്ട് 38 വാക്യങ്ങൾ. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ സജീവ സാന്നിധ്യത്തിന് മുമ്പിൽ പരിശുദ്ധ കന്യക മാതാവ് എളിമ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവദൂതൻ അവിടെ പ്രത്യക്ഷനായി. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. എളിമയുള്ള ഹൃദയമുണ്ടോ? നുറുങ്ങി പ്രാർത്ഥിക്കുകയാണോ? അവിടെ ദൈവം അത്ഭുതം ചെയ്യും എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം, ദൈവത്തിൻ്റെ ഒരു അനുഭവം, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം എളിമയുള്ള ഹൃദയത്തോടെ വിനീതമായ മനസ്സോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കാരണം ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ കർത്താവ് അറിയുന്നുണ്ട്. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ വാക്കുകളേക്കാൾ ഹൃദയ വിചാരങ്ങളെ അവിടുന്ന് പരിശോധിക്കുന്നു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51 തൊട്ട് 53 വരെ തിരുലിഖിതങ്ങൾ. അവിടെ പരിശുദ്ധ കന്യകാ മാതാവ് ഗബ്രിയേൽ ദൂതൻ്റെ ഈ ഇടപെടലും ദൈവത്തിൻ്റെ അനുഭവങ്ങളും ദൂതുകളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഹൃദയത്തിൻ്റെ എളിമ വീണ്ടും വീണ്ടും വെളിപ്പെടുത്തുന്നൊരു ഭാഗമാണ് 1-ാം അധ്യായം 51 തൊട്ട് 53 വരെ വാക്യങ്ങൾ. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. എളിയവരെ അവിടുന്ന് ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ച്. ഓരോ പ്രാർത്ഥനയിലും സംഭവിക്കുന്ന ദൈവത്തിൻ്റെ വ്യാപരണത്തെക്കുറിച്ച് തിരുലിഖിതത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം മക്കളെ പങ്കുവെക്കുകയാണ്. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുക. ഒന്നും മനസ്സിലാകാതെ സമയം മുഴുവൻ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന അവസ്ഥ വരും. വീണ്ടും പറയുകയാണ്, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് സംതൃപ്തമാക്കുന്നു. അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ കേൾക്കാൻ 10 പേര് ഒരുമിച്ച് കൂടിയിരിക്കും. 10 അനുഭവത്തോടെ ആയിരിക്കും തിരിച്ചു പോവുക. ഓരോരുത്തരുടെ അനുഭവം അവരവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ ആധാരമാക്കിയിരിക്കുന്നു എന്ന് മക്കളെ മനസ്സിലാക്കിക്കൊള്ളുവീൻ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തമാക്കി, മജ്ജയും മേധസ്സും കൊണ്ടെന്നതുപോലെ തൃപ്തി കൊടുക്കുന്നവനായ ഒരു ദൈവം വ്യാപരിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത്. ആ ദൈവത്തിൻ്റെ നാമമാണ് നാം വിളിക്കുന്നത്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്, സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു, വിശക്കുന്നവരെ മജ്ജയും മേധസ്സും കൊണ്ടെന്നതുപോലെ സംതൃപ്തിയാക്കുമ്പോൾ സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയക്കുക. സമ്പന്നർ എന്ന് പറഞ്ഞാൽ കുറേ പൈസയുള്ളവർ എന്നല്ല, ഹൃദയത്തിൻ്റെ അവസ്ഥയും ഹൃദയ വിചാരങ്ങളുമാണ് അടിസ്ഥാനമായി കർത്താവ് എടുക്കുന്നത്. നമ്മുടെ പണമോ സമ്പത്തോ കാര്യമല്ല, ഹൃദയമാണ് പ്രധാനപ്പെട്ട കാര്യം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓരോ മക്കൾ വരുമ്പോൾ അവർ ഹൃദയത്തിൻ്റെ താഴ്മയിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ബൈബിളിൽ ഒരു പ്രാർത്ഥന ശ്രദ്ധിച്ച് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ച പ്രാർത്ഥന എങ്ങനെയാണ്, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ ദയ കൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ദാവീദ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നു. എങ്ങനെയാണ് പ്രാർത്ഥിക്കാനിരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിച്ച ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്ന് ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 16 തൊട്ട് 18 വരെ തിരുലിഖിതങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് പോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ? കർത്താവേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? പൊടിയും ചാരവുമായ മനുഷ്യൻ, ഞാൻ നിസ്സഹായനും അങ്ങയുടെ തിരുസന്നിധിയിൽ മഹാപാപിയും, എന്ത് യോഗ്യത എനിക്കുണ്ട് എന്ന് പറഞ്ഞ് എളിമപ്പെട്ട് കരയുന്ന കർത്താവിൻ്റെ ദാസൻ ദാവീദ്. അടുത്ത വാക്യം, ദൈവമേ, അവിടത്തേക്ക് ഇത് നിസ്സാരമായിരുന്നു. ഈ ദാസൻ്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകളെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങ് ഈ ദാസന് നൽകിയ ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് ഇനി എന്ത് പറയാൻ കഴിയും? ഈ ദാസനെ അവിടുന്ന് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് ഹൃദയം ജലധാര പോലെ കോരിച്ചൊരിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എളിമ നിറഞ്ഞ ഹൃദയത്തിൻ്റെ വാക്കുകൾ ദൈവസന്നിധിയിലേക്ക് വെക്കുന്ന ദാവീദിനെയാണ് ദിനവൃത്താന്തത്തിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ദാവീദിനെ ഇഷ്ടത്തോടെ അങ്ങോട്ട് അനുഗ്രഹിക്കുക. സോളമൻ്റെ പ്രാർത്ഥനയെ ഞാനത് ശ്രദ്ധിച്ചു നോക്കി. സോളമൻ കർത്താവിൻ്റെ വലിയ ജ്ഞാനവും കൃപയും ശക്തിയും അനുഗ്രഹവും സമ്പത്തും സ്ഥാനമാനങ്ങളും കിരീടവും ചെങ്കോലും സർവ്വ ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും നിറഞ്ഞ സോളമൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നാൾ സോളമൻ പ്രാർത്ഥിക്കാൻ വന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 9 വരെ തിരുലിഖിതങ്ങൾ. സോളമൻ്റെ പ്രാർത്ഥന അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്, എൻ്റെ ദൈവമായ കർത്താവേ,
ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് അവിടുന്ന് രാജാവാക്കിയിരിക്കുന്നുവല്ലോ. അങ്ങ് തെരഞ്ഞെടുത്ത സംഖ്യാതീതമായ ഒരു മഹാജനത്തിന് നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹത്തായ ജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ പാവപ്പെട്ട ഈ ദാസന് നൽകണമേ. സോളമൻ, മഹാപ്രതാപിയും വലിയ ജ്ഞാനിയും ബുദ്ധിമാനുമായ സോളമൻ കർത്താവിന് മുമ്പിൽ ഹൃദയം താഴ്ത്തി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന വിലയുള്ളതായി. കർത്താവ് ഇടപെട്ടു. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും തരുന്നു. മാത്രമല്ല, നിന്റെ മുൻഗാമികളോ പിൻഗാമികളായ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തത്ര സമ്പത്തും ധനവും സ്ഥാനമാനങ്ങളും നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ദൈവം ഹൃദയം നിറഞ്ഞങ്ങടെ അനുഗ്രഹിക്കുക. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കുന്ന ദൈവം ഇടപെടുന്നതാണ് ഈ കണ്ടത്. ആ ദൈവത്തിൻ്റെ ഇടപെടൽ വിളിച്ചു വരുന്ന പ്രാർത്ഥനയാണ് ഈ കേട്ടത്. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ദാനിയേലിന്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ദാനിയേല് വാക്കുകൊണ്ട് മാത്രമല്ല, ജീവിതത്തിൻ്റെ ചില പ്രവൃത്തികളിലൂടെയും തൻ്റെ ഹൃദയത്തിൻ്റെ താഴ്മ ദൈവ സന്നിധിയിൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് അച്ഛനെ പ്രത്യേകം സ്പർശിച്ചു. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിൽ 2-മത്തെയും 3-മത്തെയും വാക്യങ്ങൾ. ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. 3 ആഴ്ചക്കാലം ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണവും കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളതും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയുമായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതി എന്ന് പറഞ്ഞാൽ, രുചികരമായ ഭക്ഷണം കഴിച്ചും നല്ല വസ്ത്രങ്ങൾ ധരിച്ചും സുഗന്ധം പൂശിയും അണിഞ്ഞൊരുങ്ങിയൊക്കെ നടന്നിരുന്ന ആ അവസ്ഥ മാറി തന്നെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തുന്ന ഒരു രീതി 3 ആഴ്ചക്കാലത്തേക്ക് ദാനിയേൽ അനുവർത്തിച്ചു. ഇതൊരു പ്രാർത്ഥനാ രീതിയാണ്. രുചികരമായ ഭക്ഷണങ്ങളെല്ലാം മാറ്റി, സന്തോഷങ്ങളൊക്കെ മാറ്റി, എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിൻ്റെയോ വലിയ നഗളത്തിൻ്റെയോ ലോകാരൂപിയുടെ ആ ഒരു ആധിപത്യത്തിൻ്റെ അവസ്ഥ വരുന്ന സർവ്വതും മാറ്റി വിലാപം ആചരിക്കുന്നവനെ പോലെ കർത്താവിന് മുമ്പിൽ അവൻ ചാക്കെടുത്ത് ചാരം പൂശി ഉപവാസം എടുത്ത് വിലാപം ആചരിക്കുന്നവനെ പോലെ വ്യാപരിച്ചു. ദൈവദൂതന്റെ ആഗമനം അവിടെ ഉണ്ടായി. ദൈവദൂതന്റെ സാന്നിധ്യം ആ പ്രാർത്ഥന വിളിച്ചു വരുത്തി. എന്നിട്ട് ആ ദൈവദൂതൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. അവിടെ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 12-മത്തെ വാക്യം. അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന് മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. എളിമപ്പെടുത്തിയ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടായി മക്കളെ. നീ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രാർത്ഥനയിൽ ഹൃദയത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയും ശരീരത്തിൻ്റെ ആ അവസ്ഥകളൊക്കെ അങ്ങോട്ട് മാറ്റി എളിമപ്പെടുത്തിയുള്ള പ്രാർത്ഥന, ഹൃദയത്തിൻ്റെ താഴ്മയിലുള്ള പ്രാർത്ഥന, എളിമയുള്ള വാക്കുകൾ. ആ എളിയ മകള് പറഞ്ഞത് മക്കളെ ഓർക്കുന്നില്ലേ? കർത്താവേ, ഞാൻ മഹാപാപിയാ, എൻ്റെ പാപം കൊണ്ടാണ് അങ്ങ് 3 നാളുകളിൽ കുരിശിൽ തൂങ്ങി മരിക്കാനാണ് വന്നത്. അതുകൊണ്ട് അങ്ങയുടെ തിരുരക്തത്തിന് യോഗ്യത എനിക്കില്ല. അങ്ങയുടെ തുപ്പലിൻ്റെ ഒരു തുള്ളി
അത് മതി, ഞാൻ രക്ഷ പ്രാപിക്കും, ഞാൻ സൗഖ്യം പ്രാപിക്കും. തൽക്ഷണം അഭിഷേകാഗ്നി പ്രോഗ്രാം നടന്നുകൊണ്ട് ആ ക്ഷണത്തിൽ തന്നെ കാറ്റടിക്കുന്നത് പോലെ പ്രകാശം അടിച്ച് പൊതിഞ്ഞ് തൽക്ഷണം ശരീരത്തിൽ നിന്ന് ക്യാൻസറിന്റെ സർവ്വണുക്കളും സർവ്വസ്വാധീനങ്ങളും വിട്ടുപോയി പരിപൂർണ സൗഖ്യം കർത്താവ് അങ്ങോട്ട് കൊടുത്ത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല മക്കളെ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ കൂപ്പി ഈ സമയം എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ തീരെ ചെറിയവരാണ്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ മഹാപാപികളാണ് കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. ഞങ്ങളുടെ പാപനിമിത്തമാണ് അവിടുന്ന് കുരിശിൽ കിടന്ന് മരിച്ചത്. കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുരിശ് മരണത്തിൻ്റെ യോഗ്യതയുടെ അത്ഭുത ശക്തി ഞങ്ങൾക്ക് തരണമേ. അഹങ്കാരത്തെ അവിടുന്ന് കഴുകി കളയണമേ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ മാറ്റി പ്രാർത്ഥിക്കാനുള്ള ഒരു തുറവി ആത്മാവിന് ഞങ്ങൾക്ക് തരണമേ. ഈ സമയം രോഗമുള്ള മക്കൾ, രോഗമുള്ള മേഖലകളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വെച്ചുകൊള്ളുക. കുഞ്ഞുങ്ങൾ രോഗികളാണെങ്കിൽ, കുടുംബാംഗങ്ങൾ ആരെങ്കിലും രോഗമുള്ളവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ബാക്കിയുള്ളവരെല്ലാം കൈകൾ ഉയർത്തി സ്തുതിക്കുക. ഈ സമയം ഈശോയുടെ ആശീർവാദം നൽകപ്പെടുമ്പോൾ, ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുമ്പോൾ സ്വർഗീയ ശക്തി കുടുംബത്തിലേക്കും സമൂഹങ്ങളിലേക്കും ദൈവ സ്വർഗത്തിൽ നിന്ന് വർഷിക്കുകയാണ്. ഇപ്പോൾ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ വലിയൊരു ശുശ്രൂഷയാണത്. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ വർഷിക്കുന്നു. രോഗങ്ങൾ വിട്ടുമാറുന്നു, ഭൂതങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, ബാധകളും കൂടോത്ര ശക്തികളും കത്തിച്ചാമ്പലാകുന്നു, അന്ധകാരങ്ങൾ നീങ്ങുന്നു, വിടുതൽ സംഭവിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, രോഗികളുടെ മേൽ അത്യുന്നത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. തകർന്നവരുടെ മേൽ ദൈവശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. ഓ, കുടുംബങ്ങളുടെ മേൽ കർത്താവിന് ശക്തി വന്ന് കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന പൈശാചിക വീടുകൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. വിദ്യാർത്ഥികളെയും യുവതിവാക്കന്മാരെയും കുടുംബങ്ങളെയും ബിസിനസ്സുകാരെയും കൃഷിക്കാരെയും പ്രാർത്ഥിക്കാൻ തടസ്സമുള്ളവരെയും ആത്മീയ ബന്ധനത്തിൽ കിടക്കുന്നവർ, പാപത്തിന് അടിമത്തത്തിൽ കിടക്കുന്നവർ, മദ്യപാനത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇപ്പോൾ യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിരാശ വിട്ടുപോകട്ടെ, ആത്മഹത്യ ചിന്തകൾ വിട്ടുപോകട്ടെ, തളർച്ച മാറട്ടെ, വിഷാദങ്ങൾ നീങ്ങട്ടെ, സംശയരോഗങ്ങൾ മാറട്ടെ, സൗഖ്യമില്ലാത്ത രോഗങ്ങൾ യേശു നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം, യേശുവിനെ ഘോഷിക്കാൻ അഭിഷേകം. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾക്കു നൽകണമേ. പരിശുദ്ധാത്മാവേ നൽകണമേ, അഭിഷേകം ഞങ്ങൾ